തന്നെ നമുക്ക് തുടങ്ങാം. അതിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഡിസൈനിൽ വരുന്ന നൈറ്റിയാണ്. ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറാണ്. PK ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി ഷോപ്പിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടാന്ന്. ഈ ഷോപ്പ് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് തുടങ്ങിയത്. ഈ ടൈലർ ഷോപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് ആയിട്ട് തുടങ്ങിയത് അപ്പോഴായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ നെറ്റിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, അപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുമോ, നമുക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈനായിട്ട് ഇനി കുറച്ച് തുടങ്ങാമെന്ന്. അപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് ഇപ്പോഴാണ് ഞങ്ങൾ ഓൺലൈൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് കാണിക്കുന്നത് അജറക്കിൻ്റെയാണ്. ഇതിന് നല്ല ക്വാളിറ്റിയാണ്. അജറക്കിൻ്റെ പൊതുവെ എല്ലാവർക്കും അറിയാലോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നത് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് ചെക്ക് ചെയ്ത് മാത്രമേ എന്തായാലും അയക്കുള്ളൂ. കുറേ വെറൈറ്റി നെറ്റിയാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കാണിക്കുന്നത്. ഇതാണ് ആദ്യമായിട്ട് അജറക്കിന്റെ പീസിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഡിസൈനിൽ വരുന്ന നൈറ്റിയാണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാം കാണിക്കുന്നില്ല, എല്ലാത്തിനും ഡിസൈനിലും 1-2 പീസൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ അജറക്കിൽ തന്നെ ഇത് ഫ്രില്ല് വെച്ചിട്ടുള്ളതാണ്. ഇത് അതേ തന്നെ അജറക്കിന്റെ തന്നെ സിബ് വെച്ചിട്ടുള്ളത്. അതായത് ചുരിദാർ കട്ടിങ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല വിത്തും വരുന്ന മുക്കാ സ്ലീവ് വരുന്ന നൈറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഫ്രണ്ടില് എംബ്രോയിഡിങ് ഡിസൈൻ വരുന്ന നൈറ്റിയാണ്. എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള നൈറ്റിയാണ്. നല്ല നല്ല കളറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറാണ്. ഫുൾ വർക്കും ഫുൾ ഡിസൈനും വരുന്ന നൈറ്റിയാണ്. ഇതിനൊന്നും നല്ല തുണിക്കാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റിട്ടേൺ അയക്കാം. ഞങ്ങൾ അത്രയും ചെക്ക് ചെയ്തിട്ട് 100% ഉറപ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ അയക്കുന്നുള്ളൂ. അതുപോലെ ഇത് ഫ്രില്ല് വരുന്ന നൈറ്റിയാണ്. ഈ അമ്മമാരൊക്കെ അധികവും ഇങ്ങനത്തെ ഫ്രില്ലുള്ളതല്ലേ ഇടുക. പക്ഷെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ലെങ്ത്തുമുള്ള നൈറ്റിയാണ്. ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്നതാണ്, സിബുള്ളത് നൈറ്റ്. ഇതിൻ്റെ തന്നെ 2 കളർ നിവർത്തുന്നുള്ളൂ. പക്ഷെ ഇതിൽ ഫുൾ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി, അതേപോലത്തെ നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയാണ്. ഇതിൻ്റെ എല്ലാം നിവർത്തുന്നില്ല. ഇതിൽ 2 കളറും കൂടി ഉണ്ട്. അതുപോലെ ഇതും ഫ്രില്ല് വരുന്നത് തന്നെയാണ്, ഫ്ലവർ നൈറ്റിയാണ്. ഇത് ഫ്രണ്ടിൽ സിബ് വരുന്ന താഴെ ഫ്രില്ല് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള നൈറ്റിയാണ്. നല്ല കളറും നല്ല ഡിസൈനുമാണ്. ഈ പ്രിൻ്റൊന്നും അധികം പോവാത്ത പ്രിൻ്റാണ്. ഇതിൽ തന്നെ ഈ ബ്ലൂവും ഗ്രീനും
അതുകൂടാതെ വേറെ 2 കളറും കൂടി ഉണ്ട്. എല്ലാം ഇപ്പൊ ഫസ്റ്റ് വീഡിയോ തന്നെയല്ലേ, അതുകൊണ്ടാണ് എല്ലാം നമ്മളിങ്ങനെ കാണിക്കുന്നില്ല. ഇതിന് തന്നെ ഇനിയും 2 കളർ കൂടി ഉണ്ട്. പിന്നെ ഇത് അടുത്തത് വന്നിട്ട് ചുരിദാർ കട്ടിങ് നൈറ്റിയാണ്. ഇതില് ഫ്രണ്ടിൽ സിബ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചുരിദാർ കട്ടിങ് ആയിട്ട് വരുന്നതാണ്. ഇത് മുക്കാ സ്ലീവാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തും ഉള്ള നൈറ്റിയാണ്. ഇതിൽ 4 കളർ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ 2 കളറേ കാണിക്കുന്നുള്ളൂ. അത്യാവശ്യം വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നല്ല അത്യാവശ്യം നല്ല വിത്തും നല്ല ലെങ്ത്തും വരുന്ന മുക്കാ സ്ലീവിന്റെ നൈറ്റിയാണ്. ഇനി അടുത്തത് അതേപോലെ തന്നെ ഫ്ലവർ നൈറ്റിയാണ് ഫ്രില്ല് വെച്ചിട്ട് വരുന്നത്. ഇതും അതേപോലെ മുക്കാ സ്ലീവ് വരുന്ന നൈറ്റിയാണ്. ഇത് ഫ്രണ്ടില് ഇങ്ങനെ താഴെ ഫ്രില്ല് വെച്ചിട്ട് സിബ് വരുന്ന നൈറ്റിയാണ്. എല്ലാത്തിലും കുറെ 3-4 പീസൊക്കെയാണ് വരുന്നത്. പക്ഷെ എല്ലാം കാണിച്ചു തരുന്നില്ലെന്നേ ഉള്ളൂ. ഇതും അതിന്റെ വേറെ ഇതില് ഫ്രണ്ടില് ഇങ്ങനെ വർക്ക് വരുന്ന സിബ് വെച്ചിട്ടുള്ള ചുരിദാർ കട്ടിങ് നൈറ്റിയാണ്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന സ്ലീവാണ് ഉള്ളത്. അതുപോലെ വിത്തും നല്ല ലെങ്ത്തും ഉള്ള നല്ല കോട്ടന്റെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയാണ്. അടുത്തത് ഇതിൽ തന്നെ വരുന്ന വേറൊരു സ്റ്റോൺ, ഫ്രണ്ടിൽ സ്റ്റോൺ വരുന്ന ഇത് സിൽവർ കളർ സ്റ്റോൺ ആണ്. ഇത് ഗോൾഡൻ കളർ സ്റ്റോൺ ആണ്. ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ സ്റ്റോൺ എങ്ങാനും അലക്കിയാൽ പോവോ എന്നുള്ളത്. ഇത് അവർ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മറ്റേ എന്താ പറയുക പശ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആരും അങ്ങനെ ഇതുവരെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല പോകും എന്നുള്ളത്. കാരണം ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ടിപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഈ തുണിക്ക് നല്ല ക്വാളിറ്റിയാണ്. അത് കൊണ്ട് തന്നെ ആരും ഒരാൾ പോലും നൈറ്റി മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ഇതിൽ ഒരുപാട് കളറുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ കുറച്ചായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വേറെ കളർ കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കമൻറ്റ് അടിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് കൊടുക്കണോ വേണ്ടയോ, നമ്മൾക്ക് ഇത് മുന്നോട്ട് ഓൺലൈനായിട്ട് ചെയ്യണോ എന്നുള്ളത് അറിയുള്ളൂ. അതിനാണ് നമ്മൾ ഇത്രയും കാണിച്ചത്. അങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ വാട്സപ്പ് നമ്പർ തരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് തുടങ്ങുന്നതാണ്. അതുകൂടാതെ ഫസ്റ്റ് ആരാണോ നമുക്ക് കമൻറ്റിൽ പറയുന്നത് അവർക്ക് ഞങ്ങൾ ആ നൈറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഏട്ടാ, ഇപ്പോൾ നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആവാറായി. മാർച്ച് ആകുമ്പോൾ 1 വർഷമാവും. അപ്പോൾ ഇത്രയും നാളായിട്ട് എന്താ ഓൺലൈനിൽ തുടങ്ങാണ്ടിരുന്നത്? ഇത്രയും നാൾ ഓൺലൈനിൽ തുടങ്ങാത്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ മറ്റേ എന്താ പറയാ, ഇവിടെ ഒരു ടൈലർ ഷോപ്പും ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി പറഞ്ഞു വെച്ചാൽ ഓടുവോ എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞതുപോലെ ബാബു ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങി നോക്കൂ, എങ്ങനെയുണ്ട് നോക്കുന്നൊക്കെ പറഞ്ഞത്. പിന്നെ നമുക്കും ഒരു താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ തുണീന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അതല്ലേ ഇത് ചോദിച്ചത്. അല്ല, ഓൺലൈനിൽ എന്താ ഇത്രയും നാളും തുടങ്ങിയില്ലാന്ന്. ഓൺലൈനിൽ തുടങ്ങിയത് തുണീന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് നല്ല രീതിയാണെന്ന് പറഞ്ഞു വെച്ചാൽ ആ രീതിക്ക് നമ്മൾ ഓൺലൈനിൽ തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോ ഇത് വന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ കട തുടങ്ങിയിട്ട് ഇവിടെ കൂടുതൽ നൈറ്റി പോയിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ ഒരുപാട് ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ പോയിട്ടുള്ളത് എന്റെ ഓട്ടോ ഓടിക്കണ കസ്റ്റമർ വന്ന് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ വകയിൽ ഞാൻ ചോദിക്കും ചില സമയത്ത്, അയ്യോ അവർക്ക് വന്നിട്ട് അല്ല എന്ത് കൊടുത്താലും കംപ്ലൈന്റ് പറഞ്ഞ ഒരു കസ്റ്റമർ ഉണ്ട്. എന്ത് കൊടുത്താലും കംപ്ലൈന്റ് ഇല്ല. അതായത് ഒന്നുമില്ല, ഞാനൊക്കെ ഓട്ടോ കൊണ്ടിട്ട് അവരിങ്ങനെ കടയ്ക്ക് പോകണം, ബാബു ഇങ്ങനത്തെ ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോണ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പറ്റും ഒരു സാധനം നന്നായിട്ടുള്ള പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് വരുന്ന കസ്റ്റമറൊക്കെ എനിക്കുണ്ട്. അപ്പൊ ആ വകയിൽ അവർക്കാണ് നമ്മൾ ഈ നൈറ്റി വന്നിട്ട് സപ്ലൈ ചെയ്യുന്നത് പറയുമ്പോൾ തുണി ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു വെച്ചാൽ അത് ആരാളോ നോക്കില്ല, ആ ചേച്ചി ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയും.
അപ്പൊ അവര് വന്നിട്ട് ഇങ്ങനെ ഒന്നും പറയാണ്ടിരുന്നപ്പോ ഇനി ഞാനായിട്ടാണോ ഒന്നും പറയാണ്ടിരിക്കുന്നത്? അതായത് തുണിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാനായത് കൊണ്ടാണോ ആ ചേച്ചി ഒന്നും പറയാണ്ടിരിക്കുന്നത് അതെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ചോദിച്ചു. അവരെ കൊണ്ട് ചോദിച്ചപ്പോൾ ചേച്ചി നൈറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ എടുത്തില്ലേ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ബാബു നൈറ്റിയൊക്കെ സൂപ്പർ ക്വാളിറ്റിയാണ്, നന്നായിട്ടുണ്ട്, ഇത് നിങ്ങൾ ഓൺലൈനും കൂടി ചെയ്ത് പറഞ്ഞു വെച്ചാൽ ഒന്നും കൂടി ക്ലിക്ക് ആവുമെന്ന് അവര് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഓൺലൈൻ ബിസിനസ്സിൽ പിന്നെ എന്താ പറയാ നീയും കൂടിയല്ലേ പറഞ്ഞത് ഇതുപോലെ ഓൺലൈൻ ബിസിനസ്സിൽ ചെയ്തു പറഞ്ഞു വെച്ചാൽ സെറ്റപ്പ് ആയിരിക്കട്ടെ. നീ പറയുമ്പോൾ എനിക്ക് വിശ്വാസമില്ല കേട്ടോ, പക്ഷെ ആ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ക്ലിക്ക് ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏട്ടനെ കൊണ്ട് ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞത് ഞാൻ കുറേ ഈ നാളെ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ യൂട്യൂബിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓൺലൈനായിട്ട് ഇതെങ്ങനെ തുടങ്ങാമെന്നുള്ളത്. കാരണം ഞാൻ ആദ്യം ഇത് തുടങ്ങിയിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ കുറേ നെറ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതറിയോ, നമുക്കിതിൻ്റെ ക്വാളിറ്റി ഒന്നാമത് ക്ലിയർ ആയിട്ട് അറിയില്ല, ആളുകൾ ഉപയോഗിച്ചിട്ട് അത് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയ ശേഷം നമ്മൾ ഓൺലൈനിൽ തുടങ്ങിയാൽ കൂടി കുഴപ്പമില്ല. കാരണം ആളുകൾ വന്ന് നല്ല അഭിപ്രായം പറയുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാമല്ലോ, അങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അഭിപ്രായം എന്താണെന്ന്, കാരണം കസ്റ്റമറിനെ നമ്മൾക്ക് വീണ്ടും അവർ വരുമ്പോൾ കുറേ പേര് വന്ന് എന്താ പറയുക പുതിയ മോഡൽ വരുമ്പോഴൊക്കെ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ അവർ അഭിപ്രായം പറയുമെങ്കിലും ഏട്ടൻ പറയുമ്പോൾ ഏട്ടൻ്റെ കസ്റ്റമർ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവരെന്തായാലും അറിയുമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഏട്ടനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്, നിങ്ങൾ എവിടെയാണോ എടുക്കുന്നത് അവിടെ തന്നെ എടുത്താൽ മതി, നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സാധനം വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തള്ളി മറിച്ചിടണോ എന്ന് വിചാരിക്കില്ലേ, അതുകൊണ്ടാണ് ഏട്ടനെ കൊണ്ട് പറയാൻ പറഞ്ഞത്. പക്ഷെ ഏട്ടൻ്റെ കസ്റ്റമറും ഒരുപാട് പേര് വന്ന് എടുത്തിട്ടുണ്ട്, അവരെല്ലാം പറഞ്ഞത് നല്ല ക്വാളിറ്റി ആണ് എന്നാണ്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന എല്ലാ സ്റ്റോക്കും ഞങ്ങൾ ഓൺലൈനായിട്ടും കാണിക്കുന്നതായിരിക്കും. ഓൺലൈൻ ബിസിനസ് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ, പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഓൺലൈനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഷോപ്പിൽ മെയിനായിട്ടുള്ളത് നൈറ്റിയാണ്. അതിൻ്റെ കൂടെ നൈറ്റിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി നൈറ്റികളുണ്ട്. ഇപ്പൊ കാണിച്ചില്ലേ, അതേപോലെ സിബ് വെച്ച നൈറ്റി, ഇത് ഫുൾ നൈറ്റിയാണ്. സിബ് വെച്ച നൈറ്റി, ഫ്രിൽ വെച്ച നൈറ്റി, അങ്ങനെ പിന്നെ എന്താ പറയാ ഫ്രണ്ടിൽ വർക്ക് വരുന്ന പോലത്തെ ചുരിദാർ നെക്ക് വരുന്ന നൈറ്റി, അങ്ങനെ കുറെ നൈറ്റി ഉണ്ട്. ആചർവക്കിന്റെ നൈറ്റി, അങ്ങനെ. അതിൽ കൂടാതെ നൈറ്റിൽ തന്നെ വെറൈറ്റി ആയിട്ട് ഇപ്പൊ കണ്ടിട്ടില്ലേ ഫ്രോക്ക് നൈറ്റി, ഇതെല്ലാം ഫ്രോക്ക് നൈറ്റിയിൽ വരുന്നതാണ്. പിന്നെ അത് ഇപ്പൊ നൈറ്റി മാത്രമല്ല, അതൊക്കെ ഇപ്പൊ കാണിക്കില്ല, അടുത്ത വീഡിയോ അത് അടുത്ത വീഡിയോയിൽ കാണിക്കുള്ളൂ. കാരണം എല്ലാം ഒരു വലിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇപ്പൊ എന്താ പറയാ എല്ലാം കൂടെ കാണിച്ചു വെച്ചാൽ ലെങ്ത് കൂടുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കാണിക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഇത് ഫുൾ ചുരിദാർ സെറ്റ് ആണ്, 3 പീസ് സെറ്റ്. ചോദിച്ചിരിക്കുന്നല്ലേ വിറ്റ് പോയതാണോ? ഇപ്പൊ കൊറേയൊക്കെ നമ്മളിപ്പോ ഷോപ്പിലല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സീസണൊന്നും അധികം വലിയ സീസൺ ഇപ്പൊ ഇനി തുടങ്ങാൻ പോകുന്നില്ലുള്ളൂ. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് സ്റ്റോക്ക് നമ്മൾ എടുക്കണേ ഉള്ളൂ. കുറെ ഇതൊക്കെ ഇവിടത്തേക്ക് പോയതാണ്. പിന്നെ ഇതെല്ലാം 3 പീസ് സെറ്റാണ്. ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിനകത്ത് ഉള്ളത്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നെയ്റ്റിയാണ് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏട്ടാ, നമ്മുടെ ഈ ഷോപ്പ് എവിടെയാണെന്നുള്ളത് കറക്റ്റ് അഡ്രസ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. കറക്റ്റ് അഡ്രസ്സ് പറയുന്നത് വെച്ചാൽ പാലക്കാട് കൽപ്പാത്തി ശേഖരിപുരം ജംഗ്ഷൻ സിറ്റി മാർട്ടിന് സമീപം പൊന്നൂസ് കുടു ടൈലറിംഗ് ഷോപ്പ്. തൊട്ടടുത്തായിട്ട് അക്ഷയ സെന്റർ ഉണ്ട്, അതായത് ജനസേവന കേന്ദ്രം. അതും ഞങ്ങളുടെ ഷോപ്പും ഒരുമിച്ചാണുള്ളത്. ഇപ്പോൾ അതുകൂടാതെ സിറ്റി മാർട്ടിൽ തന്നെ കളേഴ്സ് എന്ന് പറയുന്ന ഒരു ബൊട്ടീക്ക് കൂടിയുണ്ട് ഫ്രണ്ടിൽ. അതിന് സൈഡിലൂടെ വരുന്ന റോഡിന് താഴെയായിട്ടാണ് അക്ഷയ സെന്ററും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ പൊന്നൂസ് കുടു എന്നുള്ള ടൈലർ ഷോപ്പും ടെക്സ്റ്റൈൽസും കൂടി ഉള്ളത്. ഫ്രണ്ടിൽ വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്, സൈഡിലും ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർ എന്തായാലും നേരിട്ട് വരാൻ പറ്റുന്ന ഈ പാലക്കാടിന് ഉള്ളിലുള്ളവർക്ക് എന്തായാലും വരാൻ പറ്റും. നല്ല കളക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേരിട്ട് വന്നെടുക്കുന്നവർക്ക് എടുക്കാം, അല്ലാതെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ഓൺലൈൻ തുടങ്ങുന്നതാണ്. കമൻ്റ് അടിക്കുക, കമൻ്റ് അടിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി എല്ലാ കളക്ഷനും നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ. അല്ല, അവിടെ സ്വിഗ്ഗി ആപ്പ് വന്നിട്ടുണ്ടേ, അവർ പറയണേ
പൊന്നൂസ് കുടു ടൈലറിംഗ് ഷോപ്പ് നമ്മുടെ കടയുടെ പേര്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും ആയപ്പോ ലാൻഡ്മാർക്ക് പറയാനടക്കം ഞങ്ങളുടെ കട ഫേമസ് ആയി പറയാം. അപ്പൊ ഏട്ടാ ലാൻഡ്മാർക്ക് പറയണമെങ്കിൽ തന്നെ ഫേമസ് ആയി പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് തീർച്ചയായും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഏതൊക്കെ കളറാണോ എന്താണെന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ.